സ്ഥിരം മദ്യപാനിയായ അച്ഛൻ രാത്രി സമയങ്ങളിൽ അമ്മയെയും മകളെയും ഉപദ്രവിക്കുന്നത് പതിവ്. പിന്നെ മകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം. 14 വയസ്സുള്ള ആ പെൺകുട്ടി ഭയത്തോടെയാണ് സ്വന്തം വീട്ടിൽ ജീവിച്ചത്. സംരക്ഷണം തേടി പോലീസിനെ സമീപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതിപ്പെട്ടു. എവിടെ നിന്നും നീതി കിട്ടാതെ വന്നപ്പോൾ അവൾ മരിക്കാൻ തീരുമാനിക്കുന്നു. പിതാവിൻ്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് 9ാം ക്ലാസ്സുകാരി ജീവനൊടുക്കാൻ ശ്രമിച്ചതോടെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീട്ടിൽ അവൾ അനുഭവിച്ച ദുരിത കഥ പുറത്തു വന്നത്. പിതാവിൻ്റെ പീഡനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പരാതിപ്പെട്ടിട്ടും ഇടപെട്ടില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പിതാവ് റിമാൻഡിലാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അരങ്കമുകളിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. പിതാവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏക മകൾ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. മദ്യപിച്ച് നിരന്തരം വീട്ടിൽ ബഹളമുണ്ടാക്കുകയും മകളെയും ഭാര്യയെയും മർദ്ദിക്കുന്നതും ഇയാൾ പതിവായിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ നെയ്യാറ്റിൻകര പോലീസിലും ചൈൽഡ് ലൈനിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. പിതാവിന്റെ നിരന്തരമുള്ള മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് ഒടുവിൽ കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടി നിരീക്ഷണത്തിലാണെന്നും നില ഗുരുതരമല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. സ്ഥിരം മദ്യപനായ പിതാവ് കഴിഞ്ഞ 1.5 വർഷമായി തന്നെയും അമ്മയെയും മർദ്ദിച്ചിരുന്നുവെന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി. പിതാവ് പഠിക്കാൻ അനുവദിച്ചില്ലെന്നും സ്കൂളിൽ പോകുന്നത് വിലക്കിയെന്നും പുസ്തകങ്ങൾ വലിച്ചു കീറിയെന്നും മൊഴിയിൽ പറയുന്നു. കുട്ടിയുടെ ആത്മഹത്യാ ശ്രമം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.